മാന്യ പ്രേക്ഷകർക്ക് അലമ്പ് ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ചടക്കുന്ന ഒരു പ്രശസ്ത സിനിമാ താരമാണ്. അദ്ദേഹത്തോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ സമൂഹ മനസാക്ഷി അല്ലെങ്കിൽ കേരളത്തിൻ്റെ മനസാക്ഷിക്ക് മുൻപിൽ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ഈ ആക്രമിക്കപ്പെട്ട നടി എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ട്. അതേസമയം ആക്രമിച്ചു എന്ന് ഞങ്ങൾ പറയുന്നില്ല, അങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന നടന് പേരുണ്ട്, മുഖമുണ്ട്, അദ്ദേഹത്തിന് അഡ്രസ്സുണ്ട്. പക്ഷേ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു മുഖമില്ല. ആക്രമിക്കപ്പെട്ട നടി, നിങ്ങൾക്ക് പേരില്ല, നിങ്ങൾക്ക് മുഖമില്ല. ഒരാളെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഒരു സ്ത്രീ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവളും കുറ്റക്കാരിയല്ലേ, നിയമത്തിന് മുമ്പിൽ അല്ലെങ്കിലും കേരള മനസാക്ഷിയുടെ മുമ്പിൽ? അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഒരാൾക്ക് മാത്രം മുഖം നഷ്ടപ്പെടുന്നു? നിങ്ങളെ ഈ നടൻ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങളെ മാത്രം ആക്രമിച്ചു? അത് എനിക്കറിയില്ല. മറ്റു പല നടികളെയും അയാൾ ആക്രമിച്ചിട്ടുണ്ടോ എന്ന് നമുക്കെന്തറിയാം. തെളിവില്ലാതെ അയാൾക്ക് സ്വാധീനിക്കാൻ കഴിയും. അപ്പോൾ അയാൾക്ക് പലരെയും ആക്രമിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അല്ല, അത് നമ്മുടെ ഊഹാപോഹമാണ്. എൻ്റെ അറിവിൽ അയാൾ 2 നടികളെ ആക്രമിച്ചിട്ടുണ്ട്. ഒന്നൊരു പ്രശസ്തയായ നടിയെ കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണ ശേഷം അവരെ ആക്രമിച്ചിട്ടാണ് ഒരു കുഞ്ഞുണ്ടായത്. പിന്നെ അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞ് അവർ ഡൈവോഴ്സ് ചെയ്ത് വിവാഹമോചനം നടത്തി. അതിനുശേഷം ഇതുപോലെ മറ്റൊരു പ്രശസ്തയായ നടിയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ച ശേഷം ആ നടിയെയും ആക്രമിച്ചു. ആ നടിയെ നിരന്തരം ആക്രമിച്ച് അങ്ങനെ ഒരു കുഞ്ഞുണ്ടായി. അങ്ങനെ ഒരു ആക്രമണം പുള്ളി നടത്തിയത് മാത്രമേ നമുക്കറിയുള്ളൂ. നിങ്ങളെ അങ്ങനെ ആക്രമിച്ചോ? ഇല്ല. ഓക്കെ. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ തന്നില്ല. എന്തുകൊണ്ട് നിങ്ങളെ മാത്രം ആക്രമിച്ചു? അത് പേഴ്സണൽ കാര്യമല്ല. ആക്രമിച്ചു എന്ന് പറയുന്ന നടൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നടൻ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ച വികാരം എന്താണ്? എന്തുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്തു? അയാളെ അങ്ങനെ ചെയ്യിക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്ത് എന്താണ് ഉണ്ടായത്? എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. ചുമ്മാ വന്ന് ഇടിച്ചു കയറി അല്ലേ? നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഈ നടൻ അങ്ങനെ ഒരാളല്ല. പിന്നെ നിങ്ങൾ ആരുടെ ഭാഗത്താണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് വരെ തീർച്ചയായിട്ടും നടൻ്റെ ഭാഗത്തിൽ നിൽക്കാൻ പറ്റൂ. നിയമവും കോടതിയും പോലീസും വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാ ആനുകൂല്യങ്ങളും ഇളവുകളും നിങ്ങളുടെ ഭാഗത്തായിരിക്കാം. പക്ഷേ പ്രപഞ്ചം എന്നൊരു സത്യമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും വെള്ളം കുടിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നും പറയാനില്ല. ഒരു കുറ്റകൃത്യം അതിൻ്റെ സ്വഭാവം അനുസരിച്ച് മ്ലേച്ഛമോ നീചമോ ആകാം. പക്ഷേ ഒരു കുറ്റകൃത്യത്തിലേക്ക് ഒരാളെ പ്രേരിപ്പിക്കുന്ന, ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരാളെ എത്തിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി മറ്റൊരാളുടെ ഭാഗത്തു നിന്നും അത് വാദിയാകാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഒരുതരം കുറ്റകൃത്യമാണ്. അപ്പോൾ ഒരു കുറ്റവാളി എത്ര മ്ലേച്ഛമായിട്ടാണ് ഒരു കുറ്റകൃത്യം ചെയ്തുവെങ്കിൽ അത്രയും മ്ലേച്ഛമായി വാദി ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടാകാതെ ഒരിക്കലും അത് സംഭവിക്കില്ല. ചിലപ്പോൾ നിരപരാധികളുടെ മേലെ അതിക്രമങ്ങളും കടന്നുകയറ്റങ്ങളും ഉണ്ടാകും. അത് ഉണ്ടായിട്ടുണ്ട്, എവിടെയുണ്ടല്ലോ. അത് വളരെ അപൂർവമാണ്. അതേക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. പക്ഷേ പിൻവാതിലൂടെ എല്ലാ തരികിടകളും ഒപ്പിച്ച് വെച്ച് മുൻവാതിൽ വന്ന് ചിരിക്കുന്നത് ഏറ്റവും വലിയ നയവഞ്ചനയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരുപക്ഷെ അതാകാം.